യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ദൈവം അബ്രഹാമിനോട് ചെയ്തതായ നിയമം, ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ദൈവം അബ്രഹാമിന് നൽകിയതായ വാഗ്ദത്തങ്ങളെ നടപ്പിലാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, ഇന്നും ദൈവം പ്രവർത്തിക്കുന്നത് തൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ നിയമം എന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്നതായ ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ അത് വളരെ നന്നായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അതേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ ദൈവവചനം മറന്നല്ല ജീവിക്കേണ്ടത്, മറിച്ച് ദൈവവചനത്തെ നമുക്ക് ദൈവം നൽകിയതായ നിയമമായി കണ്ടുകൊണ്ട് നമുക്ക് അനുസരിക്കുവാനും അതേപോലെ തന്നെ ദൈവം അതിലൂടെ നമുക്ക് നൽകുന്നതായ അനുഗ്രഹങ്ങളെ നമുക്ക് അനുഭവിക്കുവാനും സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പിശാച് എപ്പോഴും പരിശ്രമിക്കുന്നത് നിങ്ങൾ വചനം അനുസരിക്കേണ്ട, വചനത്തെ പ്രമാണിക്കേണ്ട. കാരണം പിശാച് വളരെയധികം ഭയപ്പെടുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. കാരണം ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, പിശാച് ദൈവത്തിൻ്റെ വചനത്തിനു മുമ്പാകെ വിറയ്ക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഈ ദൈവവചനത്തെ കാണുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലരും താല്പര്യമില്ലായ്മ പറയാറുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയുള്ള താല്പര്യമില്ലായ്മയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് പിശാചിൻ്റെ ഒരു തന്ത്രമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് പ്രിയപ്പെടുവാൻ കഴിയണം. അങ്ങനെ ദൈവവചനത്തെ പ്രിയപ്പെട്ട് ആ വചനത്തിൽ രസിക്കുന്നവരായ ആളുകൾക്ക് അവർക്ക് ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുവാൻ സാധിക്കും. വിശുദ്ധ വേദോസത്തെ വായിക്കാനോ അതിലെ പ്രമാണങ്ങൾ അനുസരിക്കുവാനൊക്കെ അനേകരും ബുദ്ധിമുട്ടുന്നത് ഞാൻ കാണാറുണ്ട്. അതിനൊക്കെ അവർ കാരണമായി പറയുന്നത്, ആർക്ക് ഈ വചനത്തെ അതേപോലെ അനുസരിക്കാൻ കഴിയും, ആർക്ക് അത് അനുസരിച്ച് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ നിങ്ങളോടെല്ലാം പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് യേശുക്രിസ്തു കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദത്തം ചെയ്തു. അതെന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ഇരുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അവർ എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തെ പാലിക്കുവാൻ, അനുസരിക്കുവാൻ വളരെ ഉത്സാഹം ഉള്ളവരായിരിക്കും. അതുകൊണ്ട് യഹോവയായ ദൈവം വളരെ വ്യക്തമായി അബ്രഹാമിനോട് പറയുന്നു, ഞാൻ നിന്റെ നിയമം നിനക്ക് നൽകും. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് 10-ാമത്തെ വാക്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമം. നോക്കൂ, ഈ നിയമം എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നു. എന്നു മാത്രമല്ല, നിങ്ങൾ പ്രമാണിക്കേണ്ടതായ നിയമമാണ്. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാകും. നോക്കൂ, ഇവിടെ ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതായ വളരെ പ്രധാനപ്പെട്ട കാര്യം പരിച്ഛേദന എന്ന ക്രിയ. പരിച്ഛേദന എന്നിവിടെ പറയുമ്പോൾ ആൺകുട്ടികളുടെ പ്രത്യുൽപാദന അവയവത്തിൻ്റെ അഗ്രഭാഗം മുറിച്ചു കളയണം എന്നാണ് അവിടെ ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫോർസ്കിൻ മുറിച്ചു കളയുന്നത് എന്തിനെയാണ് കാണിക്കുന്നത്? നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയുണ്ട്, ഒരു നിയമമുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണ് എന്നാണ് അവിടെ വ്യക്തമായും ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഈ ഒരു ഭാഗം ചിന്തിച്ചപ്പോൾ ധാരാളം കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാകാൻ ഇടയായി തീർന്നു. പ്രത്യേകിച്ച് ഇതൊരു മാർമികമായ വിഷയമാണ്. മാർമികമായ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നതായ ചില ഉദ്ദേശങ്ങളുണ്ട്. പലപ്പോഴും അത് മനുഷ്യർക്ക് വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ തിരുവഴുത്തിലൂടെ അത് അന്വേഷിക്കുന്ന ആളുകൾക്ക് ആ മർമ്മം ശരിയായി വെളിപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ദിവസങ്ങളിൽ ആ മർമ്മം എന്താണെന്ന് തിരുവചനത്തിലൂടെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ പഠനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കർത്താവ് ഇവിടെ പരിച്ഛേദന എന്നുള്ളതായ കാര്യം പറയുമ്പോൾ അബ്രഹാമിനോ അല്ലെങ്കിൽ സാറായിക്കോ ലോത്തിനോ തൻ്റെ കൂടെയുള്ള ആളുകൾക്കോ അതൊരു പുതുമയുള്ള കാര്യമായിരുന്നില്ല എന്ന് വേണം നമ്മൾ പഠിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ. കാരണം പഴയ കാലങ്ങളിൽ ആളുകളിൽ ചെയ്തതായ ഒരു പ്രവൃത്തിയായിരുന്നു ഈ പരിച്ഛേദന. പല കാരണങ്ങൾ കൊണ്ട് അവർ അത് ചെയ്തിരുന്നു. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ ഉടമ്പടിയുടെ അടയാളമായിട്ടായിരിക്കാം അവർ ചെയ്തത്.
പക്ഷേ ദൈവം ഇവിടെ ആ ഒരു കാര്യം പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പഠിക്കുവാനിടയായി തീർന്നത്, ഉൽപ്പത്തി പുസ്തകം 17 അധ്യായം അതിന്റെ 12 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. അപ്പോൾ എന്താണ് ഈ 8 ദിവസം? ഈ 8 ദിവസം എന്നുള്ളത് എന്താണ് അർത്ഥമാക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ജനിച്ചതായ ഒരു ആൺകുട്ടിയുടെ ശരീരം അത് രോഗപ്രതിരോധ ശക്തിയുടെ മൂർധന്യ അവസ്ഥയിലേക്ക് കടന്നു വരുന്ന ദിവസം 8-ാം നാളാണെന്നാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മുറിവുണ്ടായാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒഴുകുന്നതായ രക്തത്തിന്റെ പ്രവാഹത്തെ തടയുന്നതായ ഒരു ഏജന്റ് ഈ ഒരു ദിവസം ആകുമ്പോഴേക്കാണ് ഒരു കുട്ടിയുടെ ശരീരത്തിൽ അതിന്റെ പൂർണ്ണ പ്രവർത്തനക്ഷമതയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം ഇവിടെ 8-ാം ദിവസം എന്ന് പറയുമ്പോൾ ദൈവം തീർച്ചയായിട്ടും തൻ്റെ ജ്ഞാനത്തിൽ തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. നമുക്ക് ധാരാളം ചോദ്യങ്ങൾ കാണും. ദൈവമേ, നീ എന്തുകൊണ്ടാണ് 8-ാം ദിവസം പറയുന്നത്? അതിൻ്റെ ലോജിക്ക് എന്താണ്? പലപ്പോഴും നമുക്കറിയില്ല. പക്ഷേ ദൈവത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ടെന്ന് നമ്മൾ അറിയണം. നമ്മുടെ അവസ്ഥ നന്നായിട്ട് ദൈവം അറിയുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും പഠിക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജനിച്ചു കഴിഞ്ഞ് 8-ാം ദിവസമാണ് ഒരു ശിശു പരിച്ഛേദനയേക്കുന്നത് എന്ന് മാത്രമല്ല, പരിച്ഛേദനയിലൂടെ എന്താണ് സംഭവിക്കുന്നത്? പരിച്ഛേദനയിലൂടെ അവൻ ഒരു ഉടമ്പടിയിലേക്ക് ജനിച്ചു വീണു എന്ന് അവൻ പ്രഖ്യാപിക്കുന്നു. അവൻ്റെ ആ ശരീരഭാഗത്തെ അവൻ എപ്പോഴും കാണുമ്പോൾ അവന് തീർച്ചയായിട്ടും ഒരു ബോധ്യമുണ്ടാകും, അതെ, ഞാൻ എൻ്റെ പിതാവായ അബ്രഹാമിനോട് ദൈവം ചെയ്തതായ ഉടമ്പടിയിലേക്കാണ് ജനിച്ചിരിക്കുന്നത് എന്ന്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആത്മീയമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കേവലം പരിച്ഛേദന എന്നുള്ളതായ ആ വിഷയം മാത്രമല്ല ഇവിടെയുള്ളത്, മറിച്ച് ഇതിന് പ്രവചനികമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വളരെ ചില പ്രാധാന്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് കടക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ തന്നെ കാണുവാൻ കഴിയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. വീട്ടിൽ ജോലി ചെയ്യുന്നവരായ ദാസന്മാരാകട്ടെ, അതേപോലെ തന്നെ ഹയർ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ യഹൂദ വംശത്തിൽ നിന്ന് മാത്രമല്ല, യഹൂദ വംശത്തിന്റെ പുറത്തുനിന്ന് ഒരാളെ ഒരു യഹൂദ ഭവനത്തിലേക്ക് ദത്തെടുക്കുമ്പോൾ ആ കുട്ടിയും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയും പരിച്ഛേദന ഏൽക്കണമെന്ന് ദൈവം വ്യവസ്ഥയായിട്ട് വെച്ചിരിക്കുന്നു. അതായത് അബ്രഹാമിന്റെ സന്തതിയിലേക്ക് കടന്നു വരുന്നതായ, അബ്രഹാമിന്റെ വംശത്തിലേക്ക് കടന്നു വരുന്നതായ ഏതൊരു വ്യക്തിയും പരിച്ഛേദന കഴിച്ച് ദൈവവും അബ്രഹാമും തമ്മിലുള്ള ആ ഉടമ്പടി എന്നേക്കും നിലനിൽക്കുന്നതാണെന്ന് അടയാളത്തോടുകൂടെ അവർ അറിയണമെന്ന് ദൈവം അവിടെ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ കാര്യങ്ങൾ അധികം വിശദമായിട്ട് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കൂടുതലും പുതിയ നിയമ പുസ്തകത്തിലേക്ക് തന്നെയാണ് നമ്മൾ കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കാം, ഈ പരിച്ഛേദന ഇപ്പോഴുണ്ടോ? കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ഏതൊരു വ്യക്തിക്കും ഈ അബ്രഹാമിനോട് പറഞ്ഞതായ ഈ ശാരീരികമായ പരിച്ഛേദന ഇല്ല. എന്നാൽ ആത്മീയമായ ഒരു പരിച്ഛേദന കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അതേ അബ്രഹാമിന്റെ സന്തതികൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതായ ആ ജനത്തിന് ഉണ്ട് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ അഗ്രചർമ്മത്തിന്റെ പരിച്ഛേദന, അതേ, നമ്മുടെ ശരീരം മലിനമുള്ളതാണ്, പാപത്തിന് അടിമപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു ടോക്കൺ എന്ന പോലെ തന്നെ അശുദ്ധമായ ഈ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ച് അത് കളയുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമായി കാണിക്കുന്നു, ഞാൻ ദൈവത്തിന് സമർപ്പിതനാണ്, എൻ്റെ ശരീരം ദൈവത്തിന് ഏൽപ്പിക്കപ്പെടുന്നതാണെന്ന് നമ്മൾ അറിയുന്നു. അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വചനഭാഗങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണമാണ് ഈ പരിച്ഛേദന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഫിസിക്കലായിട്ടുള്ള സർക്കംസിഷൻ ഇല്ല, ശാരീരികമായിട്ടുള്ള പരിച്ഛേദനയില്ല, മറിച്ച് അവർക്ക് ആത്മീയമായ പരിച്ഛേദന ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അതിനെക്കുറിച്ചുള്ള വിഷയങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കുന്നതാണ്. പക്ഷെ ഇത് നമ്മൾ ചിന്തിച്ചതായ ധ്യാനിച്ചതായ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവം തൻ്റെ നിയമം സ്ഥാപിക്കുന്നത് അതേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതായ, അനുഭവിക്കാൻ കഴിയുന്നതായ ഒരു പ്രവൃത്തിയിലൂടെയാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവം ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവം ഈ നിയമം നമ്മളിൽ ചെയ്യുന്നതെന്ന കാര്യം നമ്മൾ മറന്നുപോകരുത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അതെ,
ഇവിടെ നമ്മൾ സംസാരിച്ചതുപോലെ ശാരീരികമായിട്ടുള്ള പരിച്ഛേദന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കില്ല. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മീയമായ പരിച്ഛേദനയുണ്ട്. പക്ഷേ നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നില്ലേലും ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതെ, ദൈവം എന്നോട് ചെയ്യുന്നതായ ആ നിയമത്തിൻ്റെ അടയാളം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. ഇന്ന് നമുക്ക് നമ്മുടെ തന്നെ വിവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, വാസ്തവമായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങളോട് ചെയ്തതായ ആ നിത്യ നിയമത്തിൻ്റെ അടയാളങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നല്ലോ. ലോകത്തിന് ഞങ്ങൾ വേർപെട്ടവരും അതുപോലെ ക്രിസ്തുവിനെ ഞങ്ങൾ ഏകീഭവിക്കപ്പെടുന്നവരുമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയാം, ഇന്ന് ഞാൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചില്ല. എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങൾ സംസാരിക്കുന്നതിനാൽ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്നോണമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനിടയായി തീർന്നത്. അടുത്ത ദിവസത്തെ വചനധ്യാനത്തിലേക്ക് നമുക്ക് ശ്രദ്ധയോടുകൂടെ കാത്തിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. അതേപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകം സംബന്ധിച്ച് നിങ്ങൾക്ക് ഉള്ളതായ സംശയങ്ങളെ ചോദിക്കാവുന്നതാണ്. അതുപോലെ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.